സ്നേഹമുള്ളവരെ, നാളത്തെ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. വെഞ്ചിരിപ്പ് കർമ്മങ്ങൾ നാളെ ബുധനാഴ്ച 14-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് അഭിമന്യ ആർച്ച് ബിഷപ്പ് പാംപ്ലാനി അദ്ദേഹം വന്ന് അതിൻ്റെ നവദേവാലയത്തിൻ്റെ ആശീർവാദ കർമ്മം അദ്ദേഹത്തോടൊപ്പം സഹകാർമ്മികരായിട്ട് നമുക്ക് ഇടവകാംഗം ചക്കിയത്ത് പിതാവ്, പുത്തൻവീട്ടിൽ പിതാവ്, ബഹുമാനപ്പെട്ട കൂരിയയിൽ നിന്നുള്ള ആൻഡോ ചേരാന്തുരുത്തി VG അച്ഛൻ, പിന്നെ നമുക്ക് ഫൊറോന വികാരിച്ചന്മാർ, മറ്റു വൈദികർ, സമർപ്പിതർ, ബന്ധുമിത്രാദികൾ, ഇടവജനങ്ങൾ, ഇങ്ങനെ ഒരു വലിയൊരു സാന്നിധ്യത്തിൽ ആ ഒരു കൂദാശകർമ്മം നാളെ നടക്കുന്നു. അത് വെഞ്ചിരിപ്പ് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മളൊരു പൊതുസമ്മേളനം, ആ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷത ഞങ്ങൾ ചിന്തിക്കുക 2 മണിക്കൂറോളമായിരിക്കാം നമ്മളുടെ വെഞ്ചിരിപ്പ് തിരുക്കർമ്മങ്ങൾ എടുക്കുക. അപ്പോൾ ഒരു 7 മണിയോടുകൂടി പൊതുസമ്മേളനം, ഒരു 1 മണിക്കൂറതായിരിക്കുമല്ലോ പൊതുസമ്മേളനം. അപ്പോൾ അതിൽ അധ്യക്ഷത പാംപ്ലാനി പിതാവ് വഹിക്കുന്നു. അതിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആദരണീയനായ മുൻ സുപ്രീം കോടതി ജഡ്ജി നമ്മളുടെ കുര്യൻ ജോസഫ് സാറ് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ യാത്രാ ക്രമീകരണങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്ത് അദ്ദേഹം എത്തിച്ചേരുന്നതാണ്. അതോടൊപ്പം ബാക്കി നമ്മുടെ MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇങ്ങനെയുള്ള പൊതുപ്രവർത്തകരുടെ സാന്നിധ്യം. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് 2-3 കാര്യങ്ങളാണ് ആ മീറ്റിങ്ങിൽ ഉൾക്കൊള്ളിച്ചിരിക്കുക. നമുക്ക് ഇവിടെ നമ്മുടെ പള്ളി പണി നടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയിൽ 3-4ഓളം കുടുംബങ്ങൾ, അവർക്ക് സ്വന്തമായിട്ട് നല്ലൊരു പാർപ്പിടം ഇല്ലാതിരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഇതിനോടകം നമ്മൾ 3 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുകയുണ്ടായി. 4-മത്തെയും 5-മത്തെയും വീടിൻ്റെ താക്കോൽദാന കർമ്മങ്ങൾ കൂടി നാളെ ആ ഒരു പൊതു സമ്മേളനത്തിൽ വെച്ച് നടത്തുന്നു. അതുപോലെ എൻഡോമെൻ്റ് വിതരണം, പിന്നെ നമ്മുടെ ഈ പണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞങ്ങളൊക്കെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ടും പ്ലാനിങ് കാര്യങ്ങൾ ചെയ്തുവെങ്കിലും ഇതൊക്കെ വെയിലും മഴയും ചൂടും തണുപ്പൊക്കെ കൊണ്ട് ഇവിടെ ഇത് ഞങ്ങൾക്ക് വേണ്ടി പൂർത്തീകരിച്ച് നൽകിയ ഒത്തിരി കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അവരുടെ കീഴിലുള്ള അധ്വാനിച്ച ഒത്തിരി മക്കളുണ്ട്. നമ്മുടെ നാട്ടിലുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരുമായിട്ടുള്ള ഒത്തിരി മക്കളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആദരിക്കുന്നു, പ്രത്യേകിച്ച് അവരുടെ കോൺട്രാക്ടർമാരെ ആദരിക്കുന്ന ആ ഒരു ചടങ്ങും നാളത്തെ ആ ഒരു മീറ്റിങ്ങിൽ നടക്കുന്നു. അപ്പോൾ അതൊരു 8 മണിയോട് അല്ലെങ്കിൽ ഏറിയാൽ 8:15 ആ ഒരു പൊതുസമ്മേളനം, കൃത്യം 8:15 ഞങ്ങൾ ഒരു 4000 പേർക്ക്, ഒരുപക്ഷെ ഈ ഇടവകയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം പേർക്ക് വേണ്ടി ഒരു ഭക്ഷണ സൗകര്യം ഏർപ്പെടുന്ന ആദ്യമാണ്. അപ്പോൾ ഒരു 4000-ഓളം പേർക്ക് വിഭവസമൃദ്ധമായ രീതിയിൽ, സാധാരണ ഇതിൽ പലയിടങ്ങളിലും വെഞ്ചിരിപ്പണമൊക്കെ അനുബന്ധിച്ച് ബിരിയാണി അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ലളിതമായ രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുമ്പോൾ, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിഭവസമൃദ്ധമായ നാടൻ ഭക്ഷണം, 2 തരം ഇറച്ചി വിഭവങ്ങളോട് കൂടിയ ഭക്ഷണം അത് 4000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ DJ, ലൈറ്റ് ഷോ, DJ, വെടിക്കെട്ട്, വാദ്യവിരുന്ന്, ഇങ്ങനെയുള്ള ആ ഒരു ആഘോഷത്തിൻ്റെ ചേരുവകളൊക്കെ ചേർത്ത് വെച്ചാണ് അത് നടക്കുക. അപ്പം അങ്ങനെ ഒരു 10 മണിയോടുകൂടെ എല്ലാം തീരത്തക്ക രീതിയിൽ നാളത്തെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ തിരുനാൾ ദിനങ്ങൾ കൂടിയാണ്. പള്ളി വെഞ്ചരിച്ച് ആദ്യത്തെ തിരുനാൾ ആഘോഷിക്കപ്പെടുകയാണ്. അപ്പോൾ അതിനു മുമ്പ് വെഞ്ചരിക്കണം എന്നുള്ളതും അത് കഴിഞ്ഞ് ആഘോഷകരമായ തിരുനാൾ നടത്തണം എന്നുള്ളതാണ്. അതിനുവേണ്ടി വിദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ഞങ്ങളുടെ ഇടവകയിലെ മക്കൾ ഒത്തിരി പേര് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കർമ്മങ്ങൾ ബുധനാഴ്ച പള്ളി വെഞ്ചരിക്കുന്നു, വ്യാഴാഴ്ച സമർപ്പിത സംഗമം, ഇടവകയിൽ നിന്ന് തന്നെ ഒത്തിരി സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, പിതാവ് ഉൾപ്പെടെ ചക്കിയത്ത് പിതാവ് തൊട്ടുള്ള അവരുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമർപ്പിത സംഗമം. അതിൻ്റെ അവസാനത്തിൽ ഞങ്ങൾ പുതിയൊരു ഗ്രോട്ടോ, മാതാവിൻ്റെ ഗ്രോട്ടോ പണികഴിപ്പിച്ചിട്ടുണ്ട് പള്ളിയുടെ നേരെ എതിർവശത്ത്. അപ്പോൾ ആ ഗ്രോട്ടോയുടെ വെഞ്ചിരിപ്പും, അത് വെഞ്ചിരിപ്പിനെ തുടർന്ന് പരിശുദ്ധ കുർബാന, നൊവേന, അതിൻ്റെ അവസാനത്തിലാണ് തിരുനാൾ കൊടിയേറ്റിനായിട്ട് ചക്കിയത്ത് പിതാവ് എത്തുന്നതാണ്. അപ്പോൾ വ്യാഴാഴ്ച അങ്ങനെ. വെള്ളിയാഴ്ച തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഞങ്ങളുടെ ഇടവകയിലെ യുവജനങ്ങളുടെ ഒരു പ്രത്യേക താല്പര്യമായിരുന്നു. അവർ മുന്നോട്ടിറങ്ങി അവർ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കേരളത്തിൽ പ്രസിദ്ധരായിട്ടുള്ള കലാകാരന്മാരാണ് നിർത്തിക്കൊണ്ട് ഒരു മ്യൂസിക്കൽ ബ്ലാസ്റ്റ് 7 മണി to 10 മണി വരെയുള്ള സമയത്തായിട്ട് അത് വളരെ മനോഹരമായ രീതിയിൽ അതും ക്രമപ്പെടുത്തിയിരിക്കുന്നു. ശനി, ഞായർ ദിവസങ്ങൾ തിരുനാൾ ദിനങ്ങളാണ്. ഇപ്പോൾ തിരുനാൾ ആഘോഷമായ കുർബാന വൈകുന്നേരം 5:30-ക്കാണ്. 5:30-ക്ക് തിരുനാൾ കുർബാനയ്ക്ക് മുമ്പായിട്ട് പ്രസിദ്ധേന്തി വാഴിച്ച ഏകദേശം ഒരു 500-ഓളം പ്രസിദ്ധേന്തിമാർ 3000 രൂപ വെച്ച് നൽകിയിട്ട് ഉള്ള ആ ഒരു തുക കൊണ്ടാണ് തിരുനാൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. അപ്പോൾ പ്രസിദ്ധേന്തി വാഴിച്ച കഴിഞ്ഞ് ആഘോഷം തിരുനാൾ, അത് കഴിഞ്ഞ് നമുക്ക് അന്ന് രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം അമ്പ് വീടുകളിൽ കൊണ്ടുപോകുന്ന ദിവസം കൂടിയാണ്. വൈകുന്നേരം എന്നിട്ട് സെയിൻറ്റ് ആൻ്റണി കപ്പേള ഭാഗത്തേക്ക് പ്രദക്ഷിണം. ഞായറാഴ്ച ഇതുപോലെ തന്നെ വൈകുന്നേരം 5:30-ക്ക് ആഘോഷമായ തിരുനാൾ കുർബാന. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ സെയിൻറ്റ് ജോസഫ് കപ്പേള ഭാഗത്തിലേക്കുള്ള പ്രദക്ഷിണം. അതിനുശേഷം അതോടൊപ്പം തന്നെ ആകാശ വിസ്മയ കാഴ്ചകൾ, വെടിക്കെട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ക്രമപ്പെടുത്തിയുള്ളൊരു തിരുനാൾ ആചരണമാണ് ഉദ്ദേശിച്ചിരിക്കുക. തിങ്കളാഴ്ച നമ്മൾ എല്ലാവരും തന്നെ ചെയ്യുന്നത് പോലെ
നമ്മുടെ ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുക. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെയും പൂർവികരുടെയും പാവന സ്മരണയിൽ പരിശുദ്ധ ബലിയിൽ അർപ്പിച്ചിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ അർപ്പിച്ച് ഈ സുന്ദരമായ ദിവസങ്ങളുടെ സമാപനം, ആഘോഷങ്ങളുടെ സമാപനം കുറിച്ച് ബാക്കി നമ്മുടെ ജീവിതം തുടരുന്ന രീതിയിൽ, കൂട്ടായ്മ തുടരുന്ന രീതിയിലാണ് എല്ലാം ക്രമപ്പെടുത്തിയിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ്. അത് നമ്മുടെ ഇടവക്കാരെക്കുറിച്ച് ഇതെല്ലാം വ്യക്തമാണ്, അവർക്കെല്ലാവർക്കും അറിയാം. മറിച്ച് നമ്മുടെ ഈ ദീപികയുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ ഞങ്ങളുടെ ഇടവയ്ക്ക് പുറത്തേക്കും ഈ ഒരു അറിയിപ്പ് നൽകാനായിട്ട് അവർ നൽകുന്ന സഹകരണത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇടവകയുടെ പേരിൽ നന്ദി പറയുന്നു. ഏവർക്കും സ്വാഗതം. ഏവർക്കും നന്ദി. നമസ്കാരം.